Hi friends, എല്ലാവർക്കും അതിലൂടെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഗയ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് ഇനി ഫോണിലും ഗയ്സ്. അതാണ് ഇന്നൊരു ടെക്നോളജി അല്ല ഗയ്സ്, ഇന്നൊരു ടെക്നോളജി കൂടി അല്ല, ഇന്നൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാണ് ഗയ്സ്. അപ്പം നമ്മൾ സാധാരണ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ മനോഹരമായി എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് ആപ്പ് ഇനി ഫോണിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കമ്പ്യൂട്ടറിലും ഇതിലും ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോഷോപ്പ് എന്ന രണ്ട് തരം ആപ്പുകളുണ്ട്. അതിൽ ഒരു ആപ്പ് ഇപ്പോൾ ഫോണിൽ ഇറങ്ങിയിട്ടില്ല, ഒന്നേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും കേസ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണട്ടെ കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൊക്കെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതിനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസിൽ നമ്മളെ ഫോണിലുള്ള ഓൾ ഫോട്ടോസ്, എല്ലാ ഫോട്ടോസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പോയി എടുക്കും ചെയ്യട്ടെ ഗൈസ്. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഞാൻ അപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് കാണാം. ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ പല ഓപ്ഷൻ ഉണ്ട്. ലവ് സ്റ്റിക്കേഴ്സാണ് പല. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സ്റ്റിക്കേഴ്സ് ഇവിടെ വെക്കുകയാണ്. ഒരു സ്റ്റിക്കർ വെച്ചു. നമുക്ക് വേണ്ടത് വെക്കാം. ഇവിടെ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടിട്ട് കേസ് ഉണ്ടോ? ഈ ഇതിൽ ടെക്സ്റ്റ് ചെയ്യാം, ഇതിൽ ടെക്സ്റ്റ് ചെയ്യാം, പലതുമുണ്ട്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തരാമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ചെയ്യണത്. നമ്മൾ ജസ്റ്റ് ആദ്യം ഇവിടെ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഡൺ എടുക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും എല്ലാത്തിനും സാധിക്കുന്നതാണ് ടേസ്. അപ്പോൾ കുറച്ച് ചെറിയ വലിപ്പമായിട്ട് തലക്കൽ കൊണ്ട് വയ്ക്കുകയാണ്. ശേഷം നമ്മൾ വേറെയുള്ള ഓപ്ഷനിലേക്ക് കടക്കാം. നമുക്ക് നെക്സ്റ്റ് അടിക്കണമെന്നൊന്നുമില്ല കേസ്, നമ്മൾ വേറെയുള്ള ഓപ്ഷനിലേക്ക് പോന്നാൽ മതി. അതിനുശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേസ്. നമ്മുടെ എഫിക്കേഷൻസിൽ കുറേ എന്ന് പറഞ്ഞാൽ 1, 2 ഒന്നല്ല കേസ്, ഒരു 400-500 എഫിക്കേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നോർമൽ, ഫ്രീ, ചാരം, വൈറ്റ് ബാലൻസ്ഡ്, ബ്ലാക്ക് ബാലൻസ്ഡ്, നാച്ചുറൽ, സ്പ്ലാഷിൻസ് ഏസ് കണ്ടോ. ഒപ്പം എൻ്റെ ഫോട്ടോ കണ്ടോ. പിന്നെ അതിൽ നമുക്ക് നമ്മുടെ ലെങ്ത്ത് കൂട്ടുക, കുറക്കുക, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏസ് കഴിയാത്ത അത്രയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് വെച്ച് നിങ്ങൾ നല്ലപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞു ഏസ്. ഇതൊരു 100-200 ഒരു 100 എഫിക്കേഷൻസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മളെ ഫോട്ടോ എത്ര ക്രോപ്പൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പം ക്രോപ്പ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ഫോട്ടോ ഫുൾ തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ബീറ്റാന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് നമ്മുടെ നെറുവിൽ നിന്ന് ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് നമ്മുടെ മേത്തിലേക്ക് കുത്തുന്നതൊക്കെ ആക്കാം. പിന്നെ അവിടെ അങ്ങനെ ലൈറ്റ് ഇങ്ങനെ കുറച്ച് സൈഡിൽ ഇങ്ങനെ ഉദിച്ചിക്കണേക്ക് ആക്കാം. പിന്നെ വേറെ മോഡൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ. പിന്നെ ഇതിലും കേസ്, ഇതിലും ഒരു രക്ഷയില്ല കേസ്. ഇതിലും കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. എന്താണ് കേസ്, എല്ലാത്തിനും കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്ത് മനോഹരമാണ് ഇതിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്താൽ. അപ്പം നിങ്ങൾ എങ്ങനെയായാലും ഇതൊക്കെ ഉപയോഗിച്ചൊന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യുക. ടെക്സ്റ്റ്, പിന്നെ ഇവിടെ നമുക്ക് ഫ്രെയിം, പലതരം ഫ്രെയിം ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേസ്. അപ്പം എല്ലാവരും ഇതൊക്കെ വെച്ചൊന്ന് മനോഹരമായി എഡിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഏറെക്കുറെ നിങ്ങൾക്ക് കാണിച്ചു തന്ന്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ വെബ്സൈറ്റിലേക്ക് കടക്കാം. അപ്പം വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബിഗ് ഔട്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ലോഡായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ മതി കേസ് വെബ്സൈറ്റായി. ഞാൻ ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിൽ
ഓണായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കുറേ ഫീച്ചേഴ്സ് ഗൈസ്, എന്തിനു മാത്രം പറയുന്നു, കുറേ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല ഇതാ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫയൽ ഓപ്പൺ ന്യൂ അങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യാറ്. ഈ ആപ്ലിക്കേഷൻ അന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് കുറേ ചോദിച്ചൊരു കാര്യമാണ്. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ വിടണം ഞങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വിടാൻ നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോ. അപ്പോൾ ഇതിൽ പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഇത് പിന്നെ വെബ്സൈറ്റിലായതുകൊണ്ട് കുറേ ലോഡിങ് ആയി നല്ല ടൈം എടുക്കും ഗൈസ്. ഇത് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ തൊട്ടടുത്തുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കാണാം.